നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ആഗസ്റ്റ് മാസത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നത് മേടക്കൂറിലും ശേഷം 45 നാഴിക വരുന്നത് ഇടവക്കൂറിലുമാണ്. അപ്പോൾ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവെ അനുകൂലമായ ഗുണം തന്നെയാണ്. കഴിഞ്ഞ മാസത്തെ ഒരു അവസ്ഥ തന്നെയാണ്. ഈ മാസത്തിലും വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. എങ്കിലും ഭാരാസ്ഥാനത്ത് രാഹു നിൽക്കുകയും നിവർത്തി സ്ഥാനാധിപതി ശത്രുസ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്നത് കാരണം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ, എന്തിനിറങ്ങിയാലും എന്ത് കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ഒക്കെ നമ്മൾ മനസ്സറിയാത്ത രീതിയിൽ പ്രത്യക്ഷ ജീവിതത്തിലൊന്നും ദോഷം കാണാത്ത രീതിയിലും എന്നാൽ തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഉള്ളത്. എന്തായാലും നാഗപൂജ ചെയ്യാനും ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഭവന സംബന്ധമായിട്ടുള്ള നല്ല സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. ലഗ്നാധിപതി സഹായ സ്ഥാനത്ത്, അപ്പോൾ മറ്റുള്ളവരെയൊക്കെ സഹായിക്കാനായിട്ട് യോഗമുള്ള ഒരു സമയമാണ്. അപ്പോൾ കുടുംബക്കാരെ, ബന്ധുക്കളെ, സ്വന്തക്കാരെയൊക്കെ എന്തെങ്കിലും രീതിയിലൊക്കെ സഹായിക്കാനൊക്കെ നമുക്ക് സാധിക്കും എന്ന് പറയുന്നൊരു ഗുണം കാണുന്നുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക ഇടവക്കൂറാണ്. ഇടവക്കൂറുകാർക്ക് 2ാം ഭാവത്തിൽ ദ്വിദ്വാദശ യോഗം ചെയ്ത് 2ാം ഭാവാധിപതി 12ലേക്ക് പോയി. അപ്പോൾ അത് 7ാം ഭാവാധിപത്യം വഹിച്ച കാരണം ദാമ്പത്യ സംബന്ധമായിരിക്കുന്ന രീതിയിൽ ചെറിയ പ്രശ്നങ്ങൾ, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാതെ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. മദ്യം പോലെയുള്ള കാര്യങ്ങൾ, മയക്കുമരുന്ന് പോലെയുള്ള കാര്യങ്ങളുടെ താല്പര്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കണം എന്ന് പറയുന്നൊരവസ്ഥയാണ്. നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് ചില സമയത്ത് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മേജറായിട്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ളൊരു പ്രശ്നം കാണുന്നുണ്ട്. അപ്പോൾ കർമ്മസ്ഥാനത്ത് രാഹുവും കർമാധിപതി ലാഭസ്ഥാനത്തുമാണ്. ഇപ്പോൾ തൊഴിലിൽ ഇടയ്ക്കിടയ്ക്ക് മുടക്കങ്ങൾ വരിക, അതേപോലെ കാലിൻ്റെ മുട്ടുവേദന, മുട്ടിന് താഴോട്ടുള്ള ഭാഗത്തുള്ള രോഗാവസ്ഥ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുണ്ട്. അപ്പോൾ നാഗപൂജയും അയ്യപ്പക്ഷേത്ര നീരാഞ്ജനവും ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ചും ലഗ്നാധിപതിക്ക് നീചാവസ്ഥയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ശത്രുദോഷം പോലെയുള്ള വിപരീതമായ അവസ്ഥ കാരണം കൊണ്ട് ശാരീരികമായിട്ടുള്ള ക്ഷീണാവസ്ഥ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ മാനസികമായ ടെൻഷൻ, സന്തോഷിക്കുമ്പോൾ ടെൻഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഭൗതികമായി മനസ്സിലാഗ്രഹിക്കുന്ന സുഖങ്ങൾക്ക് തടസ്സം വരെ അതിനും സാധ്യതയുള്ളൊരു സമയമാണ്. വീട് വിട്ട് നിൽക്കാൻ ഇടവരാൻ എന്ന സമയമാണ്. വീട് വിട്ട് നിൽക്കാനാണ് യോഗം. 4ാം ഭാവാധിപതി സൂര്യനാണ്. ബുധനോട് ചേർന്നിട്ട് സഹായസ്ഥാനത്താണ്. അപ്പോൾ അപജയസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന കാരണം വിഷ്ണു ക്ഷേത്രത്തിലും നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാട് ചെയ്യാം. നല്ല രീതിയിലുള്ള പ്രാർത്ഥന ഉണ്ടാകണം. അപ്പോൾ ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ശുക്രൻ നീചത്തിൽ നിൽക്കുകയും ശനിയുടെ ദൃഷ്ടി വരികയും ചെയ്ത കാരണം കൊണ്ട് ശരിക്കൊരു സന്യാസയോഗം പോലെയാണ്. ഒന്നും നമ്മൾ ആഗ്രഹിച്ചാലും കാര്യങ്ങൾ നടക്കാതെ ഇരിക്കുന്നൊരവസ്ഥ. സ്ത്രീ സംബന്ധമായിട്ട് ഉള്ള സുഖം പോലെയുള്ള കാര്യങ്ങൾക്ക് തടസ്സം, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് യോഗം ഉണ്ടെങ്കിലും ഭാര്യ കുടുംബക്കാരിൽ നിന്നുള്ള സഹായമൊക്കെ കിട്ടാനായിട്ട് യോഗമുണ്ട്. പക്ഷേ സംസാരം വളരെ ശ്രദ്ധിക്കണം. നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് സംസാരിക്കുന്നതിലും കേൾക്കുന്നവർക്ക് അത് എടുത്തേടിയുള്ള സംസാരം പോലെ തോന്നാൻ സാധ്യതയുണ്ട്. അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ശ്രദ്ധിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.